മാഫിയകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി കേരള പോലീസ് വീണ്ടും സജീവമാകുകയാണ്. അർജുൻ ആയങ്കിയെ പോലുള്ള ഒരു ഗുണ്ടാ നേതാവിനെ തന്ത്രപരമായി വലയിലാക്കിയതോടെ വർദ്ധിച്ച ജനവിശ്വാസവും ആത്മവിശ്വാസവും മുൻനിർത്തി സ്ഥിരം കുറ്റവാളികളെയും ഒളിവിലുള്ള പ്രതികളെയും നെരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പ്രത്യേക പരിശോധനാ പദ്ധതിക്ക് സേന തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലഹരിക്കടത്ത്, നഗരകേന്ദ്രങ്ങളിലെ സ്ഥിരം കുറ്റവാളികളുടെ സാന്നിധ്യം, ക്രമസമാധാന ലംഘനങ്ങൾ എന്നിവ പൂർണ്ണമായും തടയുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടവർ, ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, സ്ഥിരം റൗഡികൾ, കോടതി വാറന്റ് നിലനിൽക്കെ മുങ്ങി നടക്കുന്നവർ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തോടെ കേരള പോലീസിന്റെ പ്രവർത്തന ഘടനയിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. പോലീസ് സ്റ്റേഷനുകളുടെ ഭരണം വീണ്ടും SI-മാരുടെ കീഴിലേക്ക് മാറുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ക്രമസമാധാന പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 700ഓളം വരുന്ന CI-മാരുടെ സ്ഥലമാറ്റവും നിയമനവും പൂർണ്ണമായും പോലീസ് ആസ്ഥാനത്തു നിന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മിടുക്കും കാര്യക്ഷമതയും പുലർത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രം നിർണായക ചുമതലകൾ നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശം. CI-മാരുടെ സ്ഥലമാറ്റ വിഷയത്തിൽ പോലീസ് മേധാവിക്കും ഇന്റലിജൻസ് മേധാവിക്കും പൂർണ്ണ അധികാരം നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തീരുമാനമെടുത്തിട്ടുണ്ട്. ജനമൈത്രി പോലീസിംഗിനും കുറ്റാന്വേഷണ മികവിനും മുൻഗണന നൽകുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക ഇന്റലിജൻസ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കും. മുതിർന്ന ഈ ഇരു ഉദ്യോഗസ്ഥരും നടത്തുന്ന കൂടിയാലോചനകൾക്കൊടുവിലാകും അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകുക. എന്നാൽ ക്രമസമാധാനപരമായി അതീവ ജാഗ്രത പുലർത്തേണ്ട 100ഓളം പ്രധാനപ്പെട്ട CI തസ്തികകളിൽ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടാകും ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുക. മുമ്പ് നടന്ന DYSP തലത്തിലെ സ്ഥലമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ചില ബാഹ്യ കേന്ദ്രങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരം ആക്ഷേപങ്ങളും പരാതികളും പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇത്തവണ ഉദ്യോഗസ്ഥരുടെ മാറ്റം സംബന്ധിച്ച നിർണായക അധികാരം പോലീസ് മേധാവിക്ക് തന്നെ കൈമാറിയത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ അന്വേഷണ പാടവത്തിലും പ്രവർത്തന മികവിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥരിൽ അർപ്പിച്ച ഈ വിശ്വാസമാണ് CI-മാരെ നിയമിക്കാനുള്ള മുഴുവൻ ചുമതലയും അവർക്ക് തന്നെ വിട്ടു നൽകാൻ മന്ത്രിയെ പ്രേരിപ്പിച്ചത്. ഒപ്പം സേനയിലെ നിയമനങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം പാടെ ഒഴിവാക്കുക എന്ന വലിയ ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. വരും സ്വാതന്ത്ര്യ ദിനം മുതൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായി SI-മാർ ചുമതലയേൽക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തനം സുഗമമാക്കാൻ CI-മാരുടെ സ്ഥലമാറ്റം വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറുമ്പോൾ CI-മാർക്ക് വിട്ടു നൽകേണ്ട മറ്റ് പ്രധാന ഉത്തരവാദിത്തങ്ങളും സ്പെഷ്യൽ ശാഖകളിലെ നിയമനങ്ങളും കൃത്യമായി വിഭജിക്കാൻ ഈ പുതിയ പട്ടികയിലൂടെ സാധിക്കും. പരമ്പരാഗതമായി രാഷ്ട്രീയം നോക്കി സ്റ്റേഷൻ ചുമതലകൾ നൽകുന്ന രീതി ഇതോടെ അവസാനിക്കുകയാണ്. ഇന്റലിജൻസ് വിവരശേഖരണവും ട്രാക്ക് റെക്കോർഡും മാത്രം മാനദണ്ഡമാക്കി നിയമനം നടത്തുമ്പോൾ കുറ്റാന്വേഷണ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഭരണകൂടം കണക്കുകൂട്ടുന്നത്. ഇത് സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷം കുറ്റാന്വേഷണ രംഗത്തും ക്രമസമാധാന പാലനത്തിലും കേരള പോലീസ് കൈവരിച്ച വൻ നേട്ടങ്ങളാണ് സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. രാഷ്ട്രീയ ഭീഷണികൾക്ക് വഴങ്ങാതെ പ്രമുഖരായ കുറ്റവാളികളെയും ഗുണ്ടകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ തണലിൽ ഒളിച്ചിരുന്ന അർജുൻ ആയങ്കിയുടെ അറസ്റ്റും വധശ്രമ കേസിലും കാപ്പ കേസിലും പ്രതിയായി ഒളിവിലായിരുന്ന BJP കൗൺസിലർ വാഴോട്ടുകോണം സുഗതനെ സാഹസികമായി പിടികൂടിയ സംഭവവും സേനയുടെ ആത്മവിശ്വാസം ഉയർത്തി. എതിർപ്പുകളെ വകവയ്ക്കാതെ പോലീസ് നടത്തിയ ആകാശത്തേക്ക് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികൾക്ക് ആഭ്യന്തരമന്ത്രി പരസ്യ പിന്തുണയും പ്രശംസയും നൽകിയിരുന്നു. ഗുണ്ടകൾ ആരായാലും ആ പണി നിർത്തുന്നതാണ് നല്ലത് എന്ന ആഭ്യന്തരമന്ത്രിയുടെ കർശന നിലപാടാണ് പോലീസിന് വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണ മികവിന് ഊർജമായത്. ശനിയാഴ്ച ആരംഭിച്ച ഓപ്പറേഷൻ ഗ്രിപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഇതുവരെ 503 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ നടപടിയുടെ ഭാഗമായി സ്ഥിരം കുറ്റവാളികളുടെ വീട്, യാത്രകൾ, സന്ദർശകർ, ബാങ്ക് അക്കൗണ്ടുകൾ എന്നിവയെല്ലാം കർശന നിരീക്ഷണത്തിലാണ്.
10 ദിവസം കൂടുമ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയും സൈബർ പോലീസിന്റെ സഹായത്തോടെ ഫോൺ വിളികൾ, ലൊക്കേഷനുകളും ദിവസേന പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അന്തിമ സ്ഥലമാറ്റ പട്ടിക തയ്യാറാക്കി ആഭ്യന്തരമന്ത്രിയുടെ തത്വത്തിലുള്ള അംഗീകാരം വാങ്ങുന്നതോടെ സേനയുടെ താഴ്ന്ന തട്ടുകളിലും കടുത്ത അച്ചടക്കവും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ സാധിക്കും. രാഷ്ട്രീയ ഇടപെടലുകളില്ലാത്ത സുതാര്യമായ നിയമനങ്ങളും ഓപ്പറേഷൻ ഗ്രിപ്പ് പോലുള്ള കർശന പരിശോധനകളും ഒത്തുചേരുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന രംഗത്ത് വലിയൊരു ഗുണപരമായ മാറ്റത്തിന് തുടക്കമാകുമെന്നാണ് കരുതപ്പെടുന്നത്.